മൂന്നാറിലെ തോട്ടം മേഖലയിൽ വിഹരിക്കുന്ന കാട്ടുകൊമ്പൻ പടയപ്പ എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. പലപ്പോഴും അത് തൊഴിലാളി കുടുംബങ്ങളുടെ ആശങ്കയുമായി ചേർന്നതാണ്. എന്നാൽ മൂന്നാറിൽ വിഹരിക്കുന്ന പടയപ്പയ്ക്ക് ആരാധകരുമേറെയാണ്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച പടയപ്പയുടെ കാഴ്ചകൾ സഞ്ചാരികൾക്ക് വലിയ കൗതുകമായി. കാടിറങ്ങി നാടിൽ വിലസുന്ന കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾക്ക് പലപ്പോഴും വലിയ ആശങ്കയായി മാറാറുണ്ട്. എന്നാൽ ഏറെ നീണ്ട കൊമ്പുകളും വിടർന്ന വസ്ത്രവുമൊക്കെയുള്ള പടയപ്പയുടെ ആഴച്ചന്തത്തിന് ആരാധകരുമേറെയുണ്ട്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല വാർത്തകളിലും റീൽസുകളിലും നിറയുന്ന പടയപ്പയ്ക്ക് കേരളത്തിന് പുറത്തും ആരാധകരേറെയുണ്ട്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച തീറ്റ തേടിയ പടയപ്പ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിച്ചു. റീൽസുകളിലും വാർത്തകളിലും മാത്രം കണ്ടറിഞ്ഞ പടയപ്പയുടെ ആനച്ചന്തം ഏറെ ദൂരെയല്ലാതെ നിന്ന് கண்டறிஞ்சது சஞ்சாரிகளுக்கு நவ்யானுபவமாய். மூணாருக்கு இப்போ மேரேஜ் 1 வீக் தான் ஆகுது. மூணாருக்கு வந்தோம். சுற்றி பார்க்கறதுக்காக வந்துட்டு இருக்கும்போது இங்கே படையப்பான்ற ஒரு இன்வெண்ட்டை பார்த்தோம். ரொம்ப சந்தோஷமாக இருக்குது. ஃபஸ்ட் டைம் நாங்கள் மூணாருக்கு வரதுக்கு ஃபஸ்ட் படையப்பா பார்த்ததில் ரொம்ப சந்தோஷம். நேற்று மதியம் மதுரையிலேருந்து மூணாறு வந்து சேர்ந்தாங்க. நேற்று மதியம் வந்ததுலேருந்து மூணாருடைய கிளைமேட் வந்து ரொம்ப நல்லா இருக்குது. இதெல்லாம் இரவுக்குளம்லாம் போய் பார்த்துட்டு வந்தோம். இப்போ இங்கே வர்ற வழியில் ஒரு எலிஃபண்ட் பார்த்தோம். அது பேர் வந்து படையப்பான்னு சொன்னாங்க. படையப்பா படம் வந்த நேரத்தில் இந்த இதுக்குள்ளே வந்திருக்கு மூணாருக்குள்ளே. அதில் பேரை வந்து படையப்பான்னு வச்சுருக்காங்க. ரொம்ப நல்லா இருக்குது. இந்த ക്ലൈമറ്റും എൻജോയബിളാണ്. ലയങ്ങൾക്കരികിലൂടെ ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലും പടയപ്പ മുമ്പ് പറയത്തക്ക രീതിയിൽ അക്രമ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. മതപ്പാടിന്റെ കാലയളവിലാണ് പടയപ്പ കൂടുതൽ ആക്രമണ സ്വഭാവം പുറത്തെടുക്കാറ്. തോട്ടം മേഖലയിൽ ആശങ്ക ഉയർത്തുന്ന കാട്ടുകൊമ്പനാണ് പടയപ്പയെങ്കിലും കാലം ഇത്രത്തോളം മനുഷ്യർക്കിടയിലും അതിജീവനത്തിനായി ചുറ്റിത്തിരിയുന്ന പടയപ്പയോട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല തൊഴിലാളി കുടുംബങ്ങൾക്കും തെല്ലൊരു മാനസിക അടുപ്പം തോന്നിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, മൂന്നാർ.